വെൽക്കം ടു വൈൽഡ് മേലോ. PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച ഇന്ത്യയുമായി ബന്ധപ്പെട്ട 2024 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിന്റെ പാർട്ട് 2 വീഡിയോ ആണിത്. ലെറ്റ്സ് സ്റ്റാർട്ട്. വോട്ടർ ബോധവൽക്കരണത്തിനും ഇന്ത്യയിൽ വോട്ടർ സാക്ഷരത പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബോധവൽക്കരണ പരിപാടി സ്വീപ്. സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ടോറൽ പാർട്ടിസിപ്പേഷൻ. വോട്ടർ ബോധവൽക്കരണത്തിനും ഇന്ത്യയിൽ വോട്ടർ സാക്ഷരത പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബോധവൽക്കരണ പരിപാടി സ്വീപ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ച് അറിയാൻ സഹായിക്കുന്നതിന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് KYC ആപ്പ്. എന്താണ് KYCയുടെ പൂർണ്ണരൂപം? നോ യുവർ കാൻഡിഡേറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ച് അറിയാൻ സഹായിക്കുന്നതിന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് KYC ആപ്പ്. എന്താണ് KYCയുടെ പൂർണ്ണരൂപം? നോ യുവർ കാൻഡിഡേറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പശ്ചിമ ബംഗാളിൽ CPM അവതരിപ്പിച്ച AI അവതാരിക സമത. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പശ്ചിമ ബംഗാളിൽ CPM അവതരിപ്പിച്ച AI അവതാരക സമത. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ പോർട്ടൽ സുവിധ പോർട്ടൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ പോർട്ടൽ സുവിധ പോർട്ടൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ എൻകോർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ എൻകോർ. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. EZ കാറ്റഗറി സുരക്ഷയ്ക്ക് കീഴിൽ വന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. EZ കാറ്റഗറി സുരക്ഷയ്ക്ക് കീഴിൽ വന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ PWD ഐക്കൺ ആയി തെരഞ്ഞെടുത്ത പാരാ അമ്പെയ്ത്ത് താരം ശീതൾ ദേവി. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ PWD ഐക്കണായി തെരഞ്ഞെടുത്ത പാരാ അമ്പെയ്ത്ത് ശീതൾ ദേവി. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരി ഗോപീചന്ദ് തോട്ടക്കുറ. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരി ഗോപീചന്ദ് തോട്ടക്കുറ. ബ്ലൂ ഓറിജിന്റെ ന്യൂ ഷെപ്പേർഡ് ബഹിരാകാശ പേടകത്തിലാണ് യാത്ര പൂർത്തിയാക്കിയത്. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരി ഗോപീചന്ദ് തോട്ടക്കുറ ബ്ലൂ ഓറിജിന്റെ ന്യൂ ഷെപ്പേർഡ് ബഹിരാകാശ പേടകത്തിലാണ് യാത്ര പൂർത്തിയാക്കിയത്. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ യാത്ര നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ പൗരൻ ഗോപീചന്ദ് തോട്ടക്കുറ. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ യാത്ര നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ പൗരൻ ഗോപീചന്ദ് തോട്ടക്കുറ. 2024 ഏപ്രിലിൽ നടന്ന ഇന്ത്യ, മാലിദ്വീപ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുടെ സംയുക്ത നാവിക അഭ്യാസം ദോസ്തി 16. 2024 ഏപ്രിലിൽ നടന്ന ഇന്ത്യ, മാലിദ്വീപ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുടെ സംയുക്ത നാവികാഭ്യാസം ദോസ്തി 16. ഇന്ത്യൻ നാവികസേനയുടെ 26ാമത് മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യൻ നാവികസേനയുടെ 26ാമത് മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യ. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വിമാനത്താവളം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ഡൽഹി. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വിമാനത്താവളം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ഡൽഹി. ഇന്ത്യയിൽ നിന്നും ഫിലിപ്പൈൻസ് വാങ്ങിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ബ്രഹ്മോസ്. ഇന്ത്യയിൽ നിന്നും ഫിലിപ്പൈൻസ് വാങ്ങിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ബ്രഹ്മോസ്. സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ സഞ്ജന സഖി. സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ സഞ്ജന സഖി. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയായ സിയാച്ചിൻ പിടിച്ചെടുക്കാൻ ഇന്ത്യ 1984 നടത്തിയ ഏത് സൈനിക നടപടിയാണ് 2024 40 വയസ്സ് പിന്നിട്ടത്? ഓപ്പറേഷൻ മേഘദൂത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയായ സിയാച്ചിൻ പിടിച്ചെടുക്കാൻ ഇന്ത്യ 1984 നടത്തിയ ഏത് സൈനിക നടപടിയാണ് 2024 40 വയസ്സ് പിന്നിട്ടത്? ഓപ്പറേഷൻ മേഘദൂത്. ടൈം മാഗസിന്റെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരം സാക്ഷി മാലിക്. ടൈം മാഗസിന്റെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരം സാക്ഷി മാലിക്. ടൈം മാഗസിന്റെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ബോളിവുഡ് നടി ആലിയ ഭട്ട്. ടൈം മാഗസിന്റെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ബോളിവുഡ് നടി ആലിയ ഭട്ട്.
തീരദേശ സുരക്ഷാ സംവിധാനത്തിന്റെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിനായി സാഗർ കവച് 01/24 സമുദ്ര സുരക്ഷാ അഭ്യാസം നടന്നത് എവിടെ? ലക്ഷദ്വീപ്. തീരദേശ സുരക്ഷാ സംവിധാനത്തിന്റെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിനായി സാഗർ കവച് 01/24 സമുദ്ര സുരക്ഷാ അഭ്യാസം നടന്നതെവിടെ? ലക്ഷദ്വീപ്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ന്യൂസ് വീക്ക് മാസികയുടെ കവർ പേജിൽ ഇടം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ന്യൂസ് വീക്ക് മാസികയുടെ കവർ പേജിൽ ഇടം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ കർഷകർക്ക് അവരുടെ വയലുകളിൽ സോളാർ പമ്പുകൾ സ്ഥാപിക്കുന്നതിന് 90% വരെ സബ്സിഡി നൽകുന്ന പദ്ധതി PM കുസും യോജന. രാജ്യത്തെ കർഷകർക്ക് അവരുടെ വയലുകളിൽ സോളാർ പമ്പുകൾ സ്ഥാപിക്കുന്നതിന് 90% വരെ സബ്സിഡി നൽകുന്ന പദ്ധതി PM കുസും യോജന. ഉറങ്ങാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണെന്നും അത് ലംഘിക്കാനാവില്ലെന്നും നിരീക്ഷിച്ച കോടതി ബോംബെ ഹൈക്കോടതി. ഉറങ്ങാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണെന്നും അത് ലംഘിക്കാനാവില്ലെന്നും നിരീക്ഷിച്ച കോടതി ബോംബെ ഹൈക്കോടതി. ഇന്ത്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ടെർമിനൽ എൻട്രിയും സെക്യൂരിറ്റി ക്ലിയറൻസും തടസ്സരഹിതവും കടലാസ് രഹിതവുമാക്കാൻ ഏർപ്പെടുത്തിയ മുഖം തിരിച്ചറിയൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള സംവിധാനം ഡിജി യാത്ര. ഇന്ത്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ടെർമിനൽ എൻട്രിയും സെക്യൂരിറ്റി ക്ലിയറൻസും തടസ്സരഹിതവും കടലാസ് രഹിതവുമാക്കാൻ ഏർപ്പെടുത്തിയ മുഖം തിരിച്ചറിയൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള സംവിധാനം ഡിജി യാത്ര. ലോക സൈബർ ക്രൈം സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 10, 1-ാം സ്ഥാനം റഷ്യ. ലോക സൈബർ ക്രൈം സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 10, 1-ാം സ്ഥാനം റഷ്യ. പ്ലാസ്റ്റിക് മലിനീകരണത്തിന്റെ വിപത്തിനെ ചെറുക്കുന്നതിന് വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനായി ഹൈഡ്രോജൽ ഉണ്ടാക്കിയത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. പ്ലാസ്റ്റിക് മലിനീകരണത്തിന്റെ വിപത്തിനെ ചെറുക്കുന്നതിന് വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനായി ഹൈഡ്രോജൽ ഉണ്ടാക്കിയത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് ചൈന സാങ്നാൻ എന്ന പേര് നൽകിയിരിക്കുന്നത്? അരുണാചൽ പ്രദേശ്. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് ചൈന സാങ്നാൻ എന്ന പേര് നൽകിയിരിക്കുന്നത്? അരുണാചൽ പ്രദേശ്. ലഡാക്കിനെ സംരക്ഷിക്കണമെന്നും സംസ്ഥാന പദവി അനുവദിക്കണമെന്നുമുള്ള ആവശ്യമുന്നയിച്ച് നിരാഹാരം അനുഷ്ഠിച്ച സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്. ലഡാക്കിനെ സംരക്ഷിക്കണമെന്നും സംസ്ഥാന പദവി അനുവദിക്കണമെന്നുള്ള ആവശ്യമുന്നയിച്ച് നിരാഹാരം അനുഷ്ഠിച്ച സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്. സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചുള്ള ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് അഗ്നിബാൻ. സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചുള്ള ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് അഗ്നിബാൻ. 2024 അന്തരിച്ച ഡാനിയൽ ബാലാജി ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? തമിഴ് സിനിമ. 2024 അന്തരിച്ച ഡാനിയൽ ബാലാജി ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? തമിഴ് സിനിമ. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രം ഐറ. സംവിധായകൻ സാം ഭട്ടാചാര്യ. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രം ഐറ. സംവിധാനം സാം ഭട്ടാചാര്യ. GI ടാഗ് ലഭിച്ച കത്തിയ ഗെഹു എന്ന ഗോതമ്പ് ഇനം ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. GI ടാഗ് ലഭിച്ച കത്തിയ ഗെഹു എന്ന ഗോതമ്പ് ഇനം ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തർപ്രദേശ്. ദുരം ഗോതമ്പെന്നും ഇത് അറിയപ്പെടുന്നു. 75 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ മണ്ണിൽ പിറന്ന ചീറ്റക്കുഞ്ഞിന് നൽകിയ പേര് മുഖി. 75 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ മണ്ണിൽ പിറന്ന ചീറ്റക്കുഞ്ഞിന് നൽകിയ പേര് മുഖി. മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനത്തിലാണ് മുഖി പിറന്നത്. ലോകത്ത് ആദ്യമായി ഓം ആകൃതിയിലുള്ള ക്ഷേത്രം നിലവിൽ വന്നത് പാലി, രാജസ്ഥാൻ. ലോകത്ത് ആദ്യമായി ഓം ആകൃതിയിലുള്ള ക്ഷേത്രം ഓം ശിവ മന്ദിർ നിലവിൽ വന്നത് എവിടെ? പാലി, രാജസ്ഥാൻ. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് IIT ബോംബെ. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് IIT ബോംബെ. കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ പട്ദ ബേട്ട് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ പട്ദ ബേട്ട് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദേവിക. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദേവിക. കാൻ ചലച്ചിത്രമേളയിൽ ഛായാഗ്രഹണ രംഗത്തെ സംഭാവനയ്ക്കുള്ള പിയർ ആന്റണോ പുരസ്കാരത്തിന് അർഹനായ മലയാളി സന്തോഷ് ശിവൻ. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യക്കാരൻ കൂടിയാണ് സന്തോഷ് ശിവൻ. കാൻ ചലച്ചിത്രമേളയിൽ ഛായാഗ്രഹണ രംഗത്തെ സംഭാവനയ്ക്കുള്ള പിയർ ആന്റണോ പുരസ്കാരത്തിന് അർഹനായ മലയാളി സന്തോഷ് ശിവൻ. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യക്കാരൻ കൂടിയാണ് സന്തോഷ് ശിവൻ. കാൻ ഫിലിം ഫെസ്റ്റിവലിലെ അൺസർട്ടൻ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി അനസൂയ സെൻഗുപ്ത. ഫിലിം ദ ഷെയിംലെസ്. കാൻ ഫിലിം ഫെസ്റ്റിവലിലെ അൺസർട്ടൻ റിഗാർഡ് വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി അനസൂയ സെൻഗുപ്ത. ചിത്രം ദ ഷെയിംലെസ്.
കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. സംവിധായിക പായൽ കപാഡിയ. കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. സംവിധായിക പായൽ കപാഡിയ. ഒരു സീസണിൽ 2 തവണ എവറസ്റ്റ് കൊടുമുടിയും ലോട്ട്സെ കൊടുമുടിയും കീഴടക്കിയ ആദ്യ വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരൻ സത്യദീപ് ഗുപ്ത. ഒരു സീസണിൽ 2 തവണ എവറസ്റ്റ് കൊടുമുടിയും ലോട്ട്സെ കൊടുമുടിയും കീഴടക്കിയ ആദ്യ വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരൻ സത്യദീപ് ഗുപ്ത. ഇന്ത്യയിലെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ ആരംഭിക്കുന്നത് വാരണാസി. ഇന്ത്യയിലെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ ആരംഭിക്കുന്നത് വാരണാസി. കാനഡയിലെ മക്ഗിൽ സർവകലാശാലയിൽ നിന്ന് ഓണററി ബിരുദം നേടിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞ ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. കാനഡയിലെ മക്ഗിൽ സർവകലാശാലയിൽ നിന്ന് ഓണററി ബിരുദം നേടിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞ ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണി കുതിരകളെ സംരക്ഷിക്കാൻ 30 ഏക്കർ പുൽമേടുകൾ അനുവദിച്ച സംസ്ഥാനം മണിപ്പൂർ. പോളോ മത്സരത്തിന് ഉപയോഗിക്കുന്ന കുതിരകളാണ് പോളോ പോണി. വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണി കുതിരകളെ സംരക്ഷിക്കാൻ 30 ഏക്കർ പുൽമേടുകൾ അനുവദിച്ച സംസ്ഥാനം മണിപ്പൂർ. പോളോ മത്സരത്തിന് ഉപയോഗിക്കുന്ന കുതിരകളാണ് പോളോ പോണി. 2024 അന്തരിച്ച ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി രഘുനന്ദൻ കമ്മത്ത്. നാച്ചുറൽ ഐസ്ക്രീം സ്ഥാപകനാണ്. 2024 അന്തരിച്ച ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി രഘുനന്ദൻ കമ്മത്ത്. നാച്ചുറൽ ഐസ്ക്രീം സ്ഥാപകനാണ്. യൂണിസെഫിന്റെ ഇന്ത്യയിലെ അംബാസിഡറായി നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരം കരീന കപൂർ. യൂണിസെഫിന്റെ ഇന്ത്യയിലെ അംബാസിഡറായി നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരം കരീന കപൂർ. ഇന്ത്യ അന്റാർട്ടിക്കയിൽ 4 വർഷത്തിനകം സ്ഥാപിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിന് നൽകിയ പേര് മൈത്രി-2. ഇന്ത്യ അന്റാർട്ടിക്കയിൽ 4 വർഷത്തിനകം സ്ഥാപിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിന് നൽകിയ പേര് മൈത്രി-2. ആനകളെ ട്രെയിൻ ഇടിക്കാതിരിക്കാൻ റെയിൽവേയുടെ പുതിയ നിർമ്മിത ബുദ്ധി AI പദ്ധതി ഗജരാജ. ആനകളെ ട്രെയിൻ ഇടിക്കാതിരിക്കാൻ റെയിൽവേയുടെ പുതിയ നിർമ്മിത ബുദ്ധി പദ്ധതി ഗജരാജ. വേൾഡ് ഇക്കോണമിക് ഫോറത്തിന്റെ 2024 ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 39. ഒന്നാമത് അമേരിക്ക. വേൾഡ് ഇക്കോണമിക് ഫോറത്തിന്റെ 2024 ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 39. ഒന്നാം സ്ഥാനം അമേരിക്ക. മേഘാലയയിൽ നടന്ന ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേര് ശക്തി. മേഘാലയയിൽ നടന്ന ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേര് ശക്തി. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന്റെ 50-ാം വാർഷികം ആചരിക്കപ്പെട്ടത് 2024 മെയ് 18. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന്റെ 50-ാം വാർഷികം ആചരിക്കപ്പെട്ടത് 2024 മെയ് 18. എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭക്ഷ്യവിതരണ ശൃംഖലയെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ കീഴിലാക്കുന്ന കേന്ദ്ര പദ്ധതി സ്മാർട്ട് PDS. എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭക്ഷ്യവിതരണ ശൃംഖലയെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിന് കീഴിലാക്കുന്ന കേന്ദ്ര പദ്ധതി സ്മാർട്ട് PDS. ഇന്ത്യൻ വ്യോമസേന പരീക്ഷിച്ച പുതിയ എയർ ടു സർഫേസ് മിസൈൽ ക്രിസ്റ്റൽ മേസ് 2. ഇന്ത്യൻ വ്യോമസേന പരീക്ഷിച്ച പുതിയ എയർ ടു സർഫേസ് മിസൈൽ ക്രിസ്റ്റൽ മേസ് 2. ഗ്രീൻ എനർജി കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് അനീഷ് ശേഖർ. ഗ്രീൻ എനർജി കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് അനീഷ് ശേഖർ. ഇന്റർനാഷണൽ ബുക്ക് ഓഫ് ഓണർ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ടണലായി പ്രഖ്യാപിച്ചത് സേല ടണൽ. എവിടെയാണ്? അരുണാചൽ പ്രദേശ്. ഇന്റർനാഷണൽ ബുക്ക് ഓഫ് ഓണർ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ടണലായി പ്രഖ്യാപിച്ചത് സേല ടണലാണ്. എവിടെ? അരുണാചൽ പ്രദേശിൽ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ നിലവിൽ വരുന്നത് മണ്ഡപം, തമിഴ്നാട്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ നിലവിൽ വരുന്നത് മണ്ഡപം, തമിഴ്നാട്. തീവണ്ടികളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകുവാനും അവരുടെ യാത്ര സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുമുള്ള പദ്ധതി മേരി സഹേലി, അതായത് എൻ്റെ കൂട്ടുകാരി. തീവണ്ടികളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകാനും അവരുടെ യാത്ര സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുമുള്ള പദ്ധതിയാണ് മേരി സഹേലി, അതായത് എൻ്റെ കൂട്ടുകാരി. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ആളില്ലാ ബോംബർ വിമാനം FWD-200. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ആളില്ലാ ബോംബർ വിമാനം FWD-200. 2024 ഏപ്രിലിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈൽ നിർഭയ്. 2024 ഏപ്രിലിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈൽ നിർഭയ്. ഇന്ത്യയിലെ കർഷകർക്കായി വാർത്തകളും വിവരങ്ങളും പങ്കിടുന്നതിനായി ദൂരദർശൻ DD കിസാൻ ചാനൽ അവതരിപ്പിക്കുന്ന AI അവതാരകർ AI കൃഷി, AI ഭൂമി. ഇന്ത്യയിലെ കർഷകർക്കായി വാർത്തകളും വിവരങ്ങളും പങ്കിടുന്നതിനായി ദൂരദർശൻ DD കിസാൻ ചാനൽ അവതരിപ്പിക്കുന്ന AI അവതാരകർ AI കൃഷി, AI ഭൂമി.
ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ കാർഡ് പുറത്തിറക്കിയ ബാങ്ക് HDFC. ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ കാർഡ് പുറത്തിറക്കിയ ബാങ്ക് HDFC. സൗരോർജ്ജ ഉൽപ്പാദനത്തിൽ ലോകത്തിലെ ഒന്നാമത്തെ രാജ്യമായി മാറിയത് ചൈന. 3-ാം സ്ഥാനം ഇന്ത്യ. സൗരോർജ്ജ ഉൽപ്പാദനത്തിൽ ലോകത്തിലെ ഒന്നാമത്തെ രാജ്യമായി മാറിയത് ചൈന. 3-ാം സ്ഥാനം ഇന്ത്യ. ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്നുള്ള ഗഗൻ സ്ട്രൈക്ക് 2 സംയുക്താഭ്യാസത്തിന്റെ വേദി പഞ്ചാബ്. ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്നുള്ള ഗഗൻ സ്ട്രൈക്ക് 2 സംയുക്താഭ്യാസത്തിന്റെ വേദി പഞ്ചാബ്. 2024 മെയ് 20 മുതൽ ഇന്ത്യൻ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തത് CISF. 2024 മെയ് 20 മുതൽ ഇന്ത്യൻ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തത് CISF. എവറസ്റ്റ് കീഴടക്കിയ ടെൻസിംഗ് നോർഗെയുടെ ജീവിതകഥ പറയുന്ന സിനിമ ടെൻസിംഗ്. എവറസ്റ്റ് കീഴടക്കിയ ടെൻസിംഗ് നോർഗെയുടെ ജീവിതകഥ പറയുന്ന സിനിമ ടെൻസിംഗ്. ഏതു രാജ്യത്തെ സുപ്രീം കോടതിയാണ് പ്രഗ്നന്റ് വുമൺ എന്നതിനു പകരം പ്രഗ്നന്റ് പേഴ്സൺ എന്ന പദം ഉപയോഗിക്കണമെന്ന് പ്രസ്താവിച്ചത്? ഇന്ത്യ. ഏത് രാജ്യത്തിന്റെ സുപ്രീം കോടതിയാണ് പ്രഗ്നന്റ് വുമൺ എന്നതിനു പകരം പ്രഗ്നന്റ് പേഴ്സൺ എന്ന പദം ഉപയോഗിക്കണമെന്ന് പ്രസ്താവിച്ചത്? ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് പൂനെ. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് പൂനെ. ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ നക്ഷത്ര സഭ നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ നക്ഷത്ര സഭ നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്ത് സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യം അമേരിക്ക. 4-ാം സ്ഥാനം ഇന്ത്യ. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്ത് സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യം അമേരിക്ക. 4-ാം സ്ഥാനം ഇന്ത്യ. ഇന്ത്യയുടെ സഹകരണത്തോടെ ശ്രീലങ്കയിൽ നവീകരിക്കുന്ന തുറമുഖം കാങ്ക സന്തുറൈ തുറമുഖം. ഇന്ത്യയുടെ സഹകരണത്തോടെ ശ്രീലങ്കയിൽ നവീകരിക്കുന്ന തുറമുഖം കാങ്ക സന്തുറൈ തുറമുഖം. ഇന്ത്യയിൽ വ്യാപകമായി നടക്കുന്ന സൈബർ തട്ടിപ്പുകൾ തടയാനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ വികസിപ്പിച്ച സോഫ്റ്റ്വെയർ പ്രതിബിംബ്. ഇന്ത്യയിൽ വ്യാപകമായി നടക്കുന്ന സൈബർ തട്ടിപ്പുകൾ തടയാനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ വികസിപ്പിച്ച സോഫ്റ്റ്വെയർ പ്രതിബിംബ്. ലോക്സഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട 29ാമത്തെ MP മുകേഷ് ദലാൽ സൂറത്തിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ലോക്സഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട 29ാമത്തെ MP മുകേഷ് ദലാൽ സൂറത്ത്. സ്ത്രീധനത്തിൽ ഭർത്താവിന് അവകാശമില്ല എന്ന് അടുത്തിടെ വിധി പ്രസ്താവിച്ച കോടതി സുപ്രീം കോടതി. സ്ത്രീധനത്തിൽ ഭർത്താവിന് അവകാശമില്ല എന്ന് അടുത്തിടെ വിധി പ്രസ്താവിച്ച കോടതി സുപ്രീം കോടതി. ഡാറ്റ വിനിമയത്തിൽ 1-ാം സ്ഥാനത്തുള്ള കമ്പനി റിലയൻസ് ജിയോ. ഡാറ്റ വിനിമയത്തിൽ 1-ാം സ്ഥാനത്തുള്ള കമ്പനി റിലയൻസ് ജിയോ. ഇന്ത്യയിലെ പുതിയ റാംസാർ സൈറ്റുകൾ നാഗി പക്ഷി സങ്കേതം ബീഹാർ, നക്തി പക്ഷി സങ്കേതം ബീഹാർ. ഇന്ത്യയിലെ പുതിയ റാംസാർ സൈറ്റുകൾ നാഗി പക്ഷി സങ്കേതം ബീഹാർ, നക്തി പക്ഷി സങ്കേതം ബീഹാർ. നിലവിൽ ഇന്ത്യയിലെ റാംസാർ സൈറ്റുകളുടെ എണ്ണം 82. ഇന്ത്യയിലെ റാംസാർ സൈറ്റുകളുടെ എണ്ണം 82. ലോകത്ത് ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ള രാജ്യം UK. 175 ലോകത്ത് ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ള രാജ്യം UK. പരിസ്ഥിതി സൗഹാർദ്ദ ഇന്ധനങ്ങളായ പ്രകൃതിവാതകവും കംപ്രസ് ചെയ്ത് പ്രകൃതിവാതകവും ഉപയോഗിക്കുന്നതിനായി വാക്യ എനർജി ഹെ എന്ന ക്യാമ്പയിൻ ആരംഭിച്ച സ്ഥാപനം ഗെയിൽ ഇന്ത്യ. പരിസ്ഥിതി സൗഹാർദ്ദ ഇന്ധനങ്ങളായ പ്രകൃതിവാതകവും കംപ്രസ് ചെയ്ത പ്രകൃതിവാതകവും ഉപയോഗിക്കുന്നതിനായി വാക്യ എനർജി ഹെ എന്ന ക്യാമ്പയിൻ ആരംഭിച്ച സ്ഥാപനം ഗെയിൽ ഇന്ത്യ. പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി 2024 നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധു. പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി 2024 നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധു. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് 2 നിന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.